ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ചൂടിൻ്റെ സമയത്തായാലും ഇഫ്താറിൻ്റെ സമയത്തായാലും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ റോബസ്റ്റ പഴം ഉപയോഗിച്ചിട്ടാണ് ഷെയ്ക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കതിൻ്റെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പോൾ അത് അതിലേക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് തന്നെ റോബസ്റ്റ പഴമാണ് കേട്ടോ. അപ്പോൾ റോബസ്റ്റ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പഴുത്തത് എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരു 5 രൂപയുടെ ആ ഒരു ബൂസ്റ്റ് ഉണ്ടല്ലോ, അതും ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു പാക്കറ്റ് പാലെടുക്കുമ്പോൾ നല്ല കട്ടയായിട്ടുള്ള പാലിന് എടുക്കട്ടെ. എനിക്കിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള പാലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഷെയ്ക്കിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ടപ്പാലിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് പഴക്ക് തോലിലേക്ക് കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏത് പഴം വെച്ചിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാലിപ്പൂവൻ പഴം ഉണ്ടല്ലോ, അത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഷേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ആ ബൂസ്റ്റ് പൊടിയുടെ ഒരു ഹാഫ് ഭാഗം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ റെഡിയാക്കുന്നത് ഒരു 4 ഗ്ലാസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബൂസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക. അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് ഉണ്ടാവുക. അപ്പോൾ പാലെടുക്കുമ്പോൾ നല്ല കട്ടപ്പാലിനെ എടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ആ ഒരു ബൂസ്റ്റ് പൊടി കൂടെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തായാലും ഈ ചൂടിൻ്റെ സമയത്തൊക്കെ ഇതൊന്ന് കുടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ റോബസ്റ്റ പഴമൊക്കെ അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ പഴുപ്പ് കൂടിപ്പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കിയിട്ട് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാമത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.